السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد. meine സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുള്ള ജുഹനിയാണ് ഖുതുബ ഓതിയത്. അപ്രകാരം മദീനയിൽ ഡോക്ടർ സലാഹ് അൽ ബുദൈറാണ് ഖുതുബ ഓതിയത്. റമദാൻ ആരംഭിച്ചിടം മുതൽ ഞാൻ പറയാറുള്ളത് പോലെ ഏകദേശം തുല്യതയുള്ള വിഷയമാണ് രണ്ടുപേരും സംസാരിച്ചത്. സാന്ദർഭികമായി ഷെയ്ഖ് അബ്ദുള്ള ജുഹനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ആരംഭിച്ചത് അള്ളാഹുലുള്ളതായ ധാരണ നാം നന്നാക്കിയെടുക്കണം എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ്. അഹ്സനുല്ലന്ന ബി റബ്ബിൽ ആലമീൻ, അള്ളാഹു നമുക്ക് പുറത്തു തരും, അള്ളാഹു നമ്മെ അവനിലേക്ക് അടുപ്പിക്കും, അള്ളാഹു നമ്മെ പാഴാക്കി കളയുന്നതല്ല എന്ന രൂപത്തിൽ മാത്രമേ അള്ളാഹുവിനെ കുറിച്ച് നാം ചിന്തിക്കാവൂ എന്ന അർത്ഥത്തിലേക്ക്. എന്നിട്ട് അങ്ങനെയാകുമ്പോൾ ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നത് വറഹ്മതി വസിഅത് കുല്ല ഷൈ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയഅതൂന സക്കാത്ത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. എൻ്റെ വിശാലമായ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, ഇന്ന റഹ്മത്തി, എൻ്റെ റഹ്മത്ത് വസിഅത് കുല്ല ഷൈ, എല്ലാറ്റിനെയും എല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാരിലും എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെ വ്യാപകമായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെ ഞാൻ എഴുതുന്നതാണ്. പരലോകത്തിലെത്തിക്കഴിയുമ്പോൾ ആ റഹ്മത്തിന് അർഹപ്പെട്ടവരാരു മാത്രമാണ്? ലില്ലദീന യത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച, അള്ളാഹുവിനെ ആരാധിച്ച, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച, അള്ളാഹുവിന് ആരാധനകൾ സമർപ്പിച്ച, അതിൽ വീഴ്ച വരുത്താതിരുന്ന, വയഅതൂന സക്കാത്ത, സക്കാത്ത് നിർണയിക്കേണ്ടതുപോലെ നിർണയിച്ച, വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവരായ ആരൊക്കെയുണ്ട് അവർക്ക് മാത്രമാണ് എൻ്റെ ആ വിശാലമായ അനുഗ്രഹത്തെ എഴുതുക. നാം പഠിച്ചതാണ്, പലപ്പോഴും ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ പണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തിൽ നിന്നിട്ട് 99 അനുഗ്രഹങ്ങൾ അത് പരലോകത്തിലേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിലുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും ആ 100 അനുഗ്രഹത്തിലുള്ളതായ ഒരെണ്ണം മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. 99 എണ്ണവും അള്ളാഹുവിൽ വിശ്വസിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ ലില്ലദീന യത്തഖൂന വയഅതൂന സക്കാത്ത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ എന്ന വിശേഷത ഉൾക്കൊള്ളുന്നവർക്ക് മാത്രം പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചു വെച്ചതാണ്. എത്രത്തോളം അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെക്കുറിച്ച് സത്യവിശ്വാസിക്ക് പരലോകത്തിൽ അത് ലഭിക്കുന്ന രൂപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തം തന്നെ സത്യവിശ്വാസിയോട് സംസാരിക്കുമെന്നും അവൻ ചെയ്തതായ തെറ്റുകൾ അവൻ സമ്മതിക്കുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സത്യവിശ്വാസിയോട് ചോദിക്കുന്നതാണ്, നീ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടില്ലേ? അവനെ ഓർമ്മിപ്പിക്കുമെന്നാണ് അള്ളാഹു നേരിട്ട് അവനോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ. പക്ഷേ ആ തെറ്റുകളെ അവൻ്റെ ലിസ്റ്റിൽ കാണുന്നതല്ല, അവൻ്റെ റിക്കാർഡിൽ കാണുന്നതല്ല. അള്ളാഹു പറയുന്നതാണ്, നീ ചെയ്തതായ ആ തെറ്റുകളെ ദുനിയാവിൽ അതിനെ ഞാൻ നിനക്ക് സിത്ർ ചെയ്തു മറച്ചു, അത് വഷളമാക്കാതെ നിന്നെ രക്ഷിച്ചു. കാരണം സത്യവിശ്വാസിയെ അവരിൽ നിന്നിട്ട് വന്നു പോകുന്നതായ ചെറിയ തെറ്റുകളെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പുറത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് നാം പഠിച്ചതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഞാൻ ദുനിയാവിൽ മറച്ചു, അതുപോലെ തന്നെ അതിന് പകരം നിനക്കിപ്പോൾ ഞാൻ മഗ്ഫിറത്ത് നൽകുകയും ചെയ്തു. അത് നിന്റെ റിക്കാർഡിൽ കാണുന്നതല്ല, നീ പരിശോധിച്ചാൽ കാണുന്നതല്ല, അതെല്ലാം ഞാൻ മായ്ച്ചു കളഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗത്തെ അവൻ ഏത് രൂപത്തിലാണ് അടിമക്ക് അവിടെ അഥവാ പരലോകത്തിൽ അത് കാണിച്ചു കൊടുക്കുന്നത്, അതിന്റെ ശൈലിയെക്കുറിച്ച്, അതിന്റെ രൂപത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഭാഗമാണ്. അതാണ് ആ ഹദീസിലൂടെ നാം പഠിക്കേണ്ടത്. അപ്പോൾ നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യ സഹജമായിട്ട് തെറ്റുകളൊക്കെ ആരിൽ നിന്നിട്ട് വരാം. പക്ഷേ അതേ സമയത്ത് തന്നെ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തെ അറിയുന്നതായ സത്യവിശ്വാസി അവൻ ചെയ്യുന്നതായ അമലുകൾ വർദ്ധിപ്പിക്കുകയും അവൻ പാശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കുകയും അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവന്റെ തഖ്വ കാരണത്താൽ, അവന്റെ വിശ്വാസം കാരണത്താൽ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ ഈമാനിനെ ആസ്പദമാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നതായ അമല് കാരണത്താൽ അവനിൽ നിന്നിട്ട് ദോഷങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ അത് മാഫി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു.
അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലൂടെ മാത്രമാണെന്നാണല്ലോ നാം മനസ്സിലാക്കി വന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങൾ എന്നിട്ട് ആരും തന്നെ ലൻ യദ്ഖുല അഹദുകുമുൽ ജന്നത ബിഅമലി, ആരും തന്നെ അവൻ ചെയ്തതായ അമല് കൊണ്ടല്ല പരലോകത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക, മറിച്ച് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ അനുഗ്രഹത്തിൽ കൂടിയാണ് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നാം ചെയ്തതായ അമലുകളൊന്നും ഒരു പറയാൻ പറ്റുന്നതായ, ഒരു കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതായ, പകരമെന്ന് പറയാൻ പറ്റുന്നതായ അല്ല. നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ നാം ചെയ്തു കൂട്ടുന്നു. അത് അള്ളാഹു സ്വീകരിച്ചവര് രക്ഷപ്പെട്ടു. ദോഷങ്ങളും പാപങ്ങളുമാണ് വർദ്ധിച്ചത് അമൽ സാലിഹാത്തിനേക്കാൾ എങ്കിൽ ഒരു പക്ഷെ അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് മാഫ് ചെയ്തു കൊടുക്കും, അല്ലാത്തവരെ പരലോകത്ത് വെച്ചിട്ട് ശിക്ഷിക്കുകയും ചെയ്യും. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്ക് കേട്ടതായ സഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, നിങ്ങളും അങ്ങനെ തന്നെയാണോ ദൂതരെ? അഥവാ നിങ്ങൾക്കും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലൂടെ അല്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുകയില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല അന, അതെ ഞാനും അങ്ങനെ തന്നെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ കൂടിയല്ലാതെ സ്വർഗത്തിൽ എനക്കും പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. തുടർന്ന് മക്ക ഇമാമ് മദീന ഇമാമിനെ പോലെ തന്നെ ഈ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബഹുമാനിച്ച് ആദരിച്ചതായ ആ പുണ്യ ദിവസങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. നല്ലൊരു ശതമാനം, നല്ലൊരു ഭാഗം ഈ മാസത്തിൽ നിന്നിട്ട് നമ്മളോട് വിടവാങ്ങിക്കഴിഞ്ഞു. ഏതാനും ചുരുക്കം 10 ദിവസം മാത്രം, അവസാനത്തെ 10 ഉൾക്കൊള്ളുന്ന ഭാഗം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്നത്. ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞു പോയതിനേക്കാളും പ്രാധാന്യമുള്ള രാത്രികളാണ് വരാൻ പോകുന്നത് എന്നത് പ്രത്യേകം ഉണർത്തുകയുണ്ടായി ഇമാമുകൾ. കാരണം അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. ഒറ്റ രാത്രിയാവട്ടെ ഇരട്ട രാത്രിയാവട്ടെ ഏതാണെന്ന് പ്രത്യേകം ആ ഒറ്റ രാത്രി ആവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒറ്റ രാത്രികളിൽ മാത്രം പരിശ്രമിച്ച് അല്ലാത്ത ദിവസത്തിൽ പരിശ്രമിക്കാതിരിക്കുക എന്നത് നമ്മിൽ നിന്നിട്ട് ഉടലെടുക്കരുത്. അങ്ങനെ ഉടലെടുക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ആ രാത്രിയെ മറച്ചു വെച്ചത് എപ്പോഴാണെന്ന് പറയാതെ. ഏകദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ശൈലി, ഒറ്റ രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ ആ രാത്രിയിൽ ചെയ്യേണ്ടതായ അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിലും പ്രത്യേകമായിട്ട് ഇന്ന ദിവസം എന്ന് നിർണയിച്ചിട്ട് അള്ളാഹു പറയാത്തതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വിവരിച്ചു തന്നിട്ടില്ല. നമുക്ക് വിവരിച്ചു തന്നതായ ഇത് അവസാനത്തെ 10ലാണ് അതിനെ നാം ശ്രദ്ധിക്കേണ്ടത്. അതിനെ നാം സൂക്ഷിച്ചുകൊണ്ട് ആ ദിവസത്തെ നാം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സന്തോഷവാർത്ത നൽകി. അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ യൗമുൽ ജുമുഅ ദിവസത്തിൽ ഒരു സാഅയുണ്ട്, ഒരു ടൈമുണ്ട്. ആ ടൈമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴാണ് ടൈം എന്ന് പറഞ്ഞിട്ടില്ല. അത് രാവിലെയാണോ, ഉച്ചക്കാണോ, വൈകുന്നേരമാണോ, പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. എന്നതുപോലെ തന്നെയാണ് ലൈലത്തുൽ ഖദറിന്റെ സ്ഥിതിയും. അതുകൊണ്ട് ആ വരാൻ പോകുന്നതായ ആ മഹാദിവസം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച ദിവസം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്രി എന്ന സൂക്തം തന്നെ, സൂറത്ത് തന്നെ ആ ദിവസത്തെ കുറിച്ച് ഇറക്കിയതായ ദിവസം. അപ്രകാരം തന്നെ സൂറത്ത് ദുഖാൻ തുടക്കത്തിൽ തന്നെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ എന്ന ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിർണയത്തിന്റെ രാത്രി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട ലൈലത്തുൽ ഖദറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് ഏറ്റവും ബഹുമാനവും ആദരവുമുള്ളതായ ഖുർആനിനെ, ഏറ്റവും ബഹുമാനവും ആദരവുമുള്ളതായ രാത്രിയിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട ആദരിക്കപ്പെട്ട മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഏറ്റവും മഹാനായ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തിപ്പറഞ്ഞ ഖുർആനിൽ തന്നെ നിങ്ങളുടെ ശ്രേഷ്ഠത വളരെ വളരെ കൂടുതലാണെന്ന് പറഞ്ഞ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അപ്രകാരം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുത ഗ്രന്ഥമാകുന്ന ആ ഇജാസ് ഉൾക്കൊള്ളുന്നതായ ആ ഗ്രന്ഥത്തെ ഇറക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതായ ആ ദിവസം ഏറ്റവും ഖദറുള്ള, ഖദർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അർത്ഥമാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ബഹുമതിയുള്ള, ബഹുമാനമുള്ള ആ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മളിലേക്ക് ഇറക്കാൻ വേണ്ടി റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു സെലക്ട് ചെയ്തത്. ആ ഇറക്കിയതായ രാത്രി പോലത്തെ രാത്രി വീണ്ടും മടങ്ങി വരുന്നതായ സന്ദർഭത്തിൽ അത് ഓരോ
കൊല്ലത്തിലും ദിവസങ്ങൾ മാറി വരും എന്നാണ് ഹദീസിന്റെ ശൈലിയിൽ നിന്നിട്ട് സഹാബാക്കളുടെ പ്രവർത്തനത്തിൽ നിന്നിട്ട് നാം മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള ആ രാത്രിയെ നാം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആ രാത്രിയിൽ അമൽ ചെയ്യാൻ വേണ്ടി, നമ്മുടെ അമൽ ആ രാത്രിയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണമെന്ന് ഇന്ന് 2 ഇമാമും മക്കയിലും മദീനയിലും നമ്മളോട് ആഹ്വാനം ചെയ്തതായിട്ട് കാണാം. അതുകൊണ്ട് നാം അത് ശ്രദ്ധിക്കേണ്ടതാണ്. വരാൻ പോകുന്ന ദിവസങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മടങ്ങി വരുമോ എന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റുന്നതല്ല. വയസ്സുള്ള ആളാവട്ടെ വയസ്സ് കുറഞ്ഞ ആളാവട്ടെ എല്ലാവരും എവിടുന്ന് വിട വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നവരാണ്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ ലൈലത്തുൽ ഖദ്ർ കൊണ്ടാടിയ, റമദാൻ കൊണ്ടാടിയ പലരും നമ്മുടെ മുമ്പിലില്ല എന്നത് നമുക്കറിയാവുന്നതുപോലെ അടുത്ത വർഷമാകുമ്പോൾ നാം തന്നെ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഈ കിട്ടിയ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തുക. ഇതുവരെ അള്ളാഹു നമുക്ക് ജീവൻ തന്നു, ഹയാത്ത് തന്നു, ആരോഗ്യം തന്നു, തൗഫീഖ് തന്നു. അതിന് അള്ളാഹുവിന് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഇമാമുകൾ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മഹാരാത്രിയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ ശൈലിയാണ് ഹാമീം വൽ കിതാബിൽ മുബീൻ. ഈ മഹാഗ്രന്ഥം കൊണ്ട് സത്യവചനം ചെയ്ത് അള്ളാഹു പറയുകയാണ്, ഇന്ന അൻസൽനാഹു, ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിയത് ഫീ ലൈലത്തിൻ മുബാറക, പവിത്രതയുള്ളതായ ഒരു രാത്രിയിലാണ്. ഇന്നാ കുന്നാ മുൻദിരീൻ, ആ രാത്രിയിലൂടെ ഇറക്കിയതായ ഖുർആൻ കൊണ്ട് നാം വാണിംഗ് നൽകുകയും നാം ശിഷ്ടികൾക്ക് വാണിംഗ് നൽകുകയും അവർക്ക് നരകത്തെ തൊട്ട് പേടിപ്പിച്ചറിയിക്കുന്നതായ ആയത്തുകളൊക്കെ ആ ഖുർആനിലൂടെ ഇറക്കുകയും ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം, എല്ലാ യുക്തിപൂർണമായ ഓരോ കാര്യങ്ങളെ വേർതിരിക്കപ്പെടുന്നതായ ഒരു രാത്രിയാക്കി ആ രാത്രി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മാറ്റുകയും ചെയ്തു. അങ്ങനെയുള്ളതായ ആ രാത്രിയിൽ ആജാലുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആരൊക്കെ ജീവിക്കും, ആരൊക്കെ മരിക്കും, ആർക്കൊക്കെ എത്ര റിസ്ക്കുകളൊക്കെ ഈ കൊല്ലത്തിൽ ലഭിക്കേണ്ടതുണ്ട്, എത്ര നഷ്ടപ്പെടേണ്ടതുണ്ട്, എല്ലാം നിർണയിക്കപ്പെട്ടതായ ആ കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നിർണയിക്കപ്പെട്ടതായ മലക്കുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിക്കുന്ന ദിവസമാണെന്ന് പ്രത്യേകിച്ച് എണ്ണിപ്പറഞ്ഞതായ, ബഹുമാനിച്ച് പറഞ്ഞതായ ആ രാത്രിയാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്. അത് ഏകദേശം നമുക്കറിയാവുന്നതുപോലെ ലോകത്തിലെ എല്ലായിടങ്ങളിലും വ്യാപകമായി 24 മണിക്കൂർ സ്ഥിരമായി നിൽക്കുന്നതായ ഒരു രാത്രിയാണത്. ഇവിടെ തുടങ്ങേണ്ട സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, കിഴക്ക് ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ രാത്രി തുടങ്ങി നമ്മളിൽ നിന്നിട്ട് അവസാനിച്ചാൽ, അഥവാ സൗദി അറേബ്യയിൽ നിന്നിട്ട് അവസാനിച്ചാൽ നമുക്ക് ശേഷമുള്ളവരിലേക്കായിരിക്കും ആ രാത്രി വരിക. പിന്നെ അത് തുടർന്നിട്ട് 24 മണിക്കൂർ പൂർത്തിയാകുന്നത് വരെ ആ രാത്രി തന്നെയായിരിക്കും എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ ചില സ്ഥലത്ത് ചിലപ്പോൾ അത് ഇരട്ട രാത്രിയായിരിക്കും, ചില സ്ഥലത്ത് ഒറ്റ രാത്രിയായിരിക്കും. അതൊക്കെ അള്ളാഹു നിർണയിക്കുന്നതിനനുസരിച്ചിട്ടാണ്. ഇരട്ടിയായി വരുന്നതായ രാത്രികളിൽ ലൈലത്തുൽ ഖദ്ർ വരികയില്ല എന്നൊന്നും റസൂൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരും പ്രയാസപ്പെടേണ്ടതില്ല. നാം ആ 20-ാം തീയതി രാത്രി മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ആ 10 ദിവസം എല്ലാ ദിവസങ്ങളിലും അവര് അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് അവർ ഭാര്യമാരുമായുള്ളതായ ബന്ധം തന്നെ ഒഴിവാക്കിയും കൊണ്ട് ഇഅ്തികാഫ് ഇരുന്നുകൊണ്ട് അള്ളാഹിലേക്ക് അടുത്തുകൊണ്ട് അവരാരാധനകൾ, എല്ലാ ഇനങ്ങളിൽപ്പെട്ട ആരാധനകൾ, ദിക്റുള്ളയാവട്ടെ, നമസ്കാരങ്ങളാവട്ടെ, അപ്രകാരം തന്നെ ഖുർആൻ പാരായണം ചെയ്യലാവട്ടെ, എല്ലാ അമാലുകൾ കൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ നമ്മുടെ മുമ്പിൽ, ലോക മുസ്ലിങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ഇഅ്തികാഫ് ഇരുന്ന് കാണിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? നാം അതുപോലെ തന്നെ ആ ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങളിൽ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ അമലുകൾ ചെയ്യാൻ വേണ്ടി നാം കച്ചകെട്ടി പുറപ്പെടാൻ വേണ്ടിയും ഒരുങ്ങാൻ വേണ്ടിയും തയ്യാറെടുക്കാൻ വേണ്ടിയുമാണ്. അതുകൊണ്ടാണ് മക്ക മദീന ഇമാം പറയുന്നത്, തൂബ ലിമൻ റത്തലൽ ഖുർആൻ, തൂബ ലിമൻ ആതൽ ഫഖീറ വഅഗ്ന, തൂബ ലിമൻ സാമ എന്നീ വാക്ക് പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാം പ്രസംഗിക്കാൻ ആരംഭിച്ചത് തന്നെ. അഥവാ തൂബ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന സന്തോഷം മുഴുവനും ഈ മാസത്തിൽ ചെയ്യേണ്ടതായ അമലുകൾ ചെയ്ത, ഖുർആൻ പാരായണം ചെയ്ത അവർക്കാണ് വിജയം. ഈ മാസത്തിൽ അവശർക്ക് ചെയ്യേണ്ടതായ അവകാശങ്ങൾ നൽകിയവരെ, അവർക്ക് സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തവർക്കാണ് വളരെ വളരെ വിജയവും സന്തോഷവും. അതുപോലെ തന്നെ ഈ മാസത്തിൽ നോമ്പ് പിടിച്ച് വ്രതം അനുഷ്ഠിച്ച് അള്ളാഹുവിന് സാമീപ്യം നേടിയവർ ആരുണ്ടോ അവർക്കാണ് സന്തോഷ വാർത്തയും, അത് അവർക്കാണ് ബഹുമാനവും ബഹുമതിയും. അതുപോലെ തന്നെ ഈ മാസത്തിലുള്ള രാത്രികളിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി പരിശ്രമിച്ചവർ ആരുണ്ടോ അവർക്കെല്ലാം വിജയം, അവർക്കെല്ലാം സന്തോഷം. അതിന്റെ നേരെ വിപരീതവും മദീന ഇമാം പറയുകയുണ്ടായി. നഷ്ടമെന്ന നഷ്ടം മുഴുവനും കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആ നഷ്ടത്തിൽപ്പെട്ട വിഭാഗത്തിന് റമളാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യാത്തത് കാരണത്താൽ റമളാനിലൂടെ നഷ്ടം സമ്പാദിച്ച, സ്വർഗം നേടിയെടുക്കാൻ പറ്റാത്തവർക്ക് എതിരിൽ പ്രാർത്ഥന
പ്രാർത്ഥന പ്രാർത്ഥിച്ച ശേഷം അവർ ആമീൻ ചെല്ലാൻ വേണ്ടി റസൂലുള്ളാഹിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ റസൂൽ ആമീൻ ചെല്ലിയതായ വാർത്ത നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടല്ലോ. അങ്ങനെയുള്ളതായ ആ നഷ്ടപ്പെട്ടവൻ അവനേക്കാളും ഗതികെട്ടവൻ ആരുണ്ട് എന്ന് മദീന ഇമാം ചോദിക്കുകയാണ്. റമദാൻ മാസം വന്നിട്ട് വിജയിക്കാൻ പറ്റാതെ കിടന്നുറങ്ങി നമസ്കാരം വരെ നഷ്ടപ്പെടുത്തിയതായ ആൾക്കാരെ പോലത്തതായ ആ ഗതികെട്ട തെറ്റുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളിലും അനാചാരങ്ങളിലും സെക്സ് ഫിലിമുകളിലും അശ്രദ്ധ കൊണ്ട് ജീവിക്കുന്ന വിഭാഗത്തേക്കാൾ നഷ്ടപ്പെട്ടവർ ഈ മാസത്തിൽ മറ്റാരുണ്ട് എന്ന് മദീന ഇമാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലൈസു സവാഅ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അല്ലൈലി വഹും യസ്ജുദൂൻ. എല്ലാവരും ഒരുപോലെയല്ല. നമസ്കരിക്കുന്നവരും രാത്രി ഹയാത്താക്കുന്നവരും ഖുർആൻ പാരായണം ചെയ്യുന്നവരും അഹ്ലി കിതാബികളെ ബഹുമാനിച്ച് അല്ലാഹ് സംസാരിച്ച ആയത്ത് ഇവിടെ സ്മരണീയമായതുകൊണ്ട് മദീന ഇമാം അത് ഓതുകയുണ്ടായി. ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാ, അല്ലാഹുവിന്റെ ആയാത്തുകളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പാരായണം ചെയ്യുന്നവരും അപ്രകാരം തന്നെ അതിനെ ജീവിതത്തിൽ പകർത്തുന്നവരും അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരും അതുപോലെ തന്നെ രാത്രി സന്ദർഭങ്ങളിൽ പാരായണം ചെയ്തുകൊണ്ട് ഓഹും യസ്ജുദൂൻ, സുജൂദ് ചെയ്തുകൊണ്ട് റുക്കൂ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരും ഇവരെല്ലാം മറ്റുള്ളവരെ പോലെയല്ല. ആരെപ്പോലെ? ഞാൻ അല്പം മുമ്പ് പറഞ്ഞതായ ഗതികെട്ടവരാകുന്ന തെറ്റുകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന, റമദാൻ വന്നിട്ട് പോലും തൗബ ചെയ്യാത്തവരായ, റമദാൻ വന്നിട്ട് പോലും അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരുക്കമില്ലാത്തവരായ വിഭാഗത്തെ പോലെ അല്ലേ അല്ല എന്ന് അള്ളാഹു പറഞ്ഞതായ ആ ശൈലി പ്രത്യേകിച്ച് മദീന ഇമാം ഇന്ന് ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് മക്ക ഇമാം പറഞ്ഞതായ ആ ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയെ നാം ഓരോരുത്തരും കഴിവിന്റെ പരമാവധി ആ രാത്രി കിട്ടാൻ വേണ്ടി, ആ രാത്രി നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ ചെയ്യേണ്ടതായ അമലുകളെല്ലാം ചെയ്തിട്ട് റസൂലുള്ളാഹി ചെയ്തതുപോലെ, റസൂലുള്ളാഹിയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, അവരുടെ കുടുംബത്തെ അവരെ ഉണർത്താറുണ്ടായിരുന്നു. നാം ഇപ്പോൾ അത് ഒഴിവാക്കിയിരിക്കുകയാണ്. നാം കുടുംബത്തെ ഉണർത്തുക, കുടുംബം ഉറങ്ങുന്ന സന്ദർഭമാണെങ്കിൽ അവരെ ഉണർത്തുക. എന്തിനു വേണ്ടി ഉണർത്തൽ? ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉണർത്തലല്ല, മറിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിന്ന് നമസ്കരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയോ അവരെ ഉണർത്താറുണ്ടായിരുന്നു. അഹ്ല, അവരുടെ കുടുംബത്തെ അവരെ ഉണർത്താറുണ്ടായിരുന്നു. ആര്? നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10-ലാകുമ്പോൾ. അപ്പോൾ സ്വന്തം തന്നെ ചെയ്താൽ പോരാ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും, പ്രത്യേകിച്ച് നമ്മുടെ കസ്റ്റഡിയിലുള്ളതായ ഭാര്യമാരാവട്ടെ സന്താനങ്ങളാവട്ടെ മക്കളാവട്ടെ അവരെല്ലാം പ്രേരിപ്പിക്കുകയും ചെയ്യുക. അത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നാം അവശരെ മറക്കാൻ പാടുള്ളതല്ല ഈ മാസത്തിൽ പ്രത്യേകിച്ച്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെ നമസ്കാരം പറയുന്നു അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് പറയുന്നതായിട്ട് കാണാം. അപ്പോൾ സക്കാത്തും നമസ്കാരവും ഒന്നിച്ച് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമസ്കരിച്ച് സക്കാത്ത് കൊടുക്കുക, സക്കാത്ത് കൊടുത്ത് നമസ്കരിക്കാതെ പ്രയോജനമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. എന്നതുകൊണ്ട് സക്കാത്ത് മാത്രമല്ല, എന്തെല്ലാം രൂപത്തിൽ റമദാൻ മാസത്തിൽ ധർമ്മം ചെയ്യാൻ, നോമ്പ് നോറ്റവരെ നോമ്പ് മുറിപ്പിക്കാൻ, അപ്രകാരം തന്നെ മറ്റു രൂപത്തിലുള്ളതായ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുവോ അതെല്ലാം ചെയ്തുകൊണ്ട് ഈ മാസത്തിൽ നേടിയെടുക്കേണ്ടതായ പ്രത്യേകത. അതേ, ഇത്തരം സൽക്കർമ്മങ്ങൾ മറ്റു മാസങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ആ മാസങ്ങളിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നതായ ആ പ്രതിഫലം അവിടെ ലഭിക്കുന്നതല്ല. ഈ മാസത്തിൽ ചെയ്യുമ്പോഴുള്ള പ്രതിഫലം അത് പ്രത്യേകം തന്നെയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്നാണല്ലോ അല്ലാഹു പറഞ്ഞത് ഖുർആനിൽ. 1000 മാസത്തിനേക്കാൾ ഉത്തമമായ രാത്രിയാണ് ഒരു രാത്രി മാത്രമെന്നാണ്. എങ്ങനെയുള്ള 1000 മാസം? ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്തതായ 1000 മാസമാണ്. ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്തതായ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതായ രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ ആ ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി. 83 വർഷവും 4 മാസവുമാണ് ഏകദേശം 1000 മാസം എന്ന് പറഞ്ഞാൽ. അത്രയും പ്രത്യേകത, അത്രയും സൽക്കർമ്മം ചെയ്ത പ്രത്യേകത ഒരു രാത്രി ലഭിക്കുമെന്ന് കേൾക്കുമ്പോൾ ആ രാത്രി ആരും നഷ്ടപ്പെടുത്തരുത്. ആ രാത്രി ശേഖരിക്കാൻ, സമ്പാദിക്കാൻ, അതിൽ ചെയ്യേണ്ടതായ അമലുകൾ ചെയ്യാൻ നാം ഓരോരുത്തരും കച്ചകെട്ടി പുറപ്പെടാനും ഒരുങ്ങാനും തയ്യാറെടുക്കാനും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ് ഈ ദിവസത്തിൽ, ഇത് കേൾക്കുന്ന സന്ദർഭത്തിൽ എന്ന് ഞാൻ ഉണർത്തുകയാണ് ശ്രോതാക്കളെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മദീന ഇമാം മാടി വിളിക്കുകയാണ്, പാപങ്ങൾ ചെയ്തവരെ തൗബ ചെയ്യാനുള്ളതായ ഒരു ചാൻസാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ആ പാപങ്ങളിൽ നിന്നിട്ട് മോചിതരാവാൻ വേണ്ടി ഈ ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. തൗബയിലൂടെ തൗബ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ മാതിരി വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത്ത്, പാപങ്ങൾക്ക് മുമ്പാരമായി കൂട്ടിവെക്കുന്ന വിഭാഗം ചെയ്യുന്നതല്ല തൗബ, മറിച്ച് തൗബ ചെയ്തു കഴിയുമ്പോൾ
അതിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും ചെയ്തു പോയതായ തെറ്റുകളിൽ നിന്നിട്ട് വെടിഞ്ഞൊഴിവായതിന്റെ ശേഷമാണ് തൗബ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഷർത്തത്തെ തൗബയാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം മദീന ഇമാമ് എന്ന് ഉണർത്തുകയുണ്ടായി. അതെ, മദീന ഇമാമിന്റെ സംസാരത്തിൽ അദ്ദേഹം ഓതിയതായ ആയത്തിൽപ്പെട്ടതായിരുന്നു തറാ കസീറും മിൻഹും യുസാരിഊന ഫിൽ ഇസ്മി വൽ ഉദ്വാനി വഅക്ലിഹിമുസ് സുഹ്ത് ലബിഇസ മാ കാനൂ യഅമലൂൻ. എത്രയോ ആൾക്കാര്, അല്ലാഹു പറയാണ് ഖുർആനിൽ, എത്രയോ ജനങ്ങളെ നിങ്ങൾ കാണും എങ്ങനെ യുസാരിഊന ഫിൽ ഇസ്മി വൽ ഉദ്വാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ധൃതി കൂട്ടുന്നതിന് പകരം തെറ്റുകൾ ചെയ്യാൻ വേണ്ടി ധൃതി കൂട്ടുന്നതും തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നതും തെറ്റുകളും പാപങ്ങളും അള്ളാഹുവിനോട് ശത്രുത അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മോമിനികളോട് ശത്രുത പുലർത്തിയും കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ഹറാമായ സുഹത്ത് തിന്നുകൊണ്ട്, സുഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമായ സമ്പാദ്യം, തട്ടിപ്പിലൂടെ വെട്ടിപ്പിലൂടെ സമ്പാദിച്ച സമ്പാദ്യം, പലിശയിലൂടെ സമ്പാദിച്ച സമ്പാദ്യം, അങ്ങനെ അള്ളാഹു ഹറാമാക്കിയതായ സമ്പാദ്യം സമ്പാദിച്ചുകൊണ്ട് അതിനെ തിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ലബിഇസ മാ കാനൂ യഅമലൂൻ. എന്തൊരു തെറ്റായ, എന്തൊരു വെടക്ക് പ്രവർത്തനമാണ് ഈ കൂട്ടർ ചെയ്തു കൂട്ടുന്നത്, നന്മ ഏത് തിന്മ ഏത് എന്നൊക്കെ ഇത്രയും വിശദമായ രൂപത്തിൽ അള്ളാഹ് വിവരിച്ചു തന്നതിന് ശേഷവും എന്തുകൊണ്ട് അവർ മടങ്ങുന്നില്ല എന്ന് പറയും പോലെ, അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ദിവസങ്ങളിൽ പരിശ്രമിക്കാത്ത പരിശ്രമം നടത്തിയിരുന്നു എന്ന് പറഞ്ഞതുപോലെ നാം ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടതായ അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നതാണ് രണ്ട് ഇമാമും പറഞ്ഞതായ ഭാഗം. അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. നാം ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നതായ സന്ദർഭത്തിൽ നാം മറ്റുള്ളവരോട് സഹകരിക്കുകയും അവർക്ക് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും അവരിൽ നിന്നിട്ട് കഴിവില്ലാത്തവരുടെ ആ കഴിവുകേട് നീക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് അതോടുകൂടി കൂട്ടി മനസ്സിലാക്കണം എന്നാണ് രണ്ട് ഇമാമും ഉണർത്തിയതായ ഭാഗം. കാരണം അത് പലരും ശ്രദ്ധിക്കാറില്ല. ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ അശ്രദ്ധയാണ് പലരും ഉണ്ടാവാറുള്ളത്. എങ്ങനെയെങ്കിലും അത് ഒഴിവായി കിട്ടണമെന്ന് പലരും ചോദിക്കുകയുണ്ടായി. കുടുംബത്തിന് കൊടുത്തൂടെ? അപ്പോൾ എനിക്ക് തോന്നുകയാണ്, എന്താണ് ഈ ഒരു സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ആ സക്കാത്തിന്റെ സമ്പത്ത് പുറത്തു പോകാൻ പാടില്ല. എന്റെ മകൾക്ക്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ കുടുംബത്തിന് ഞാൻ ചെലവ് കൊടുക്കുന്നതായ ആൾക്കാരുടെ ഇടയിൽ തന്നെ ആവട്ടെ എന്ന് പറയും പോലെ ആ ചോദ്യത്തിൽ നിന്നിട്ട് വാസ്തവത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് അഴുക്കാണ്. ഏത് സമ്പത്തിന്റെ അഴുക്കാണ് എന്ത് സക്കാത്ത്. ആ അഴുക്കായ സമ്പത്തിനെ പ്രത്യേകം മാറ്റിവെക്കുകയും അതിന്റെ അർഹർ ആരാണ്, അതിനർഹപ്പെട്ടവരാണ് ആരാണ്, അവശരായ, കഴിവില്ലാത്തവരായ, ഫക്കീറമാരായ, മിസ്കീന്മാരായ, ശേഷിക്കെട്ടവരായ, സാമ്പത്തിക ശേഷി ഇല്ലാത്തവരായ, കടം കൊണ്ട് തൊലഞ്ഞവരായ ആൾക്കാരൊക്കെ ആരുണ്ട്? സത്യവിശ്വാസികളിൽ ആരുണ്ട്? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരിൽ ആരുണ്ട്? മുവഹിദീങ്ങളിൽ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നാം ചെലവ് കൊടുക്കൽ നിർബന്ധമായ നമ്മുടെ അടുത്ത കുടുംബക്കാരല്ലാത്തവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത് എന്നത് ഞാൻ സാധാരണ ഉണർത്താറുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മക്ക ഇമാമും മദീന ഇമാമും സംസാരിച്ചപ്പോൾ രണ്ടുപേരും സക്കാത്തിനെ കുറിച്ചുള്ളതായ ആയത്ത്, തഖ്വയെ കുറിച്ചുള്ള ആയത്ത് പറയുന്ന അതോടുകൂടി തന്നെയുള്ളതായ ആയത്തുകൾ ഓതാൻ കാരണം രണ്ടും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. പലരും പ്രതിഫലം കൂടുതൽ ലഭിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് റമദാനിലേക്ക് സക്കാത്ത് നീട്ടിവെക്കാറുണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, തെറ്റുമില്ല. പക്ഷേ സക്കാത്തിനെ മുന്തിപ്പിക്കാം, പിന്തിപ്പിക്കരുത്. അഥവാ സക്കാത്തിന്റെ ടൈമായി കഴിഞ്ഞാൽ അത് ടൈമായത് റമദാനിന് മുമ്പാണെങ്കിൽ അപ്പടി തന്നെ കൊടുക്കണം. റമദാനിൽ കൊടുത്ത പ്രതിഫലം കിട്ടാൻ വേണ്ടി റമദാൻ വരെ കാത്തിരിക്കൽ തെറ്റാണ്, പാടില്ലാത്തതാണ്, പിന്തിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതേസമയത്ത് മുന്തിക്കുന്നതുകൊണ്ട് വിരോധവുമില്ല. അത് സക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഏതായാലും അവസാനത്തെ 10 കഴിഞ്ഞാൽ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയും തിന്മകളിൽ നിന്നിട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബിദ്അത്തുകളിൽ നിന്നിട്ട് നാം മുക്തരാവാൻ വേണ്ടി പരിശ്രമിക്കണം. കഴിഞ്ഞ രാത്രികളിൽ കേരളത്തിലൊക്കെ നമുക്കറിയാവുന്നതുപോലെ റമദാൻ മാസം 17 ബദ്രീങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന കൽപ്പന സ്ഥാപിക്കാൻ വേണ്ടി, തൗഹീദിന്റെ വിജയ പതാക പറപ്പിക്കാൻ വേണ്ടി നടത്തിയതായ ബദ്ർ യുദ്ധത്തിൽ പോരാടിയതായ മഹാത്മാക്കൾ, അതിൽ നിന്നിട്ട് ഷഹീദായവർ ഷഹീദാവുകയും അതിൽ നിന്നിട്ട് പോരാടിയവർ പോരാടുകയും ചെയ്തതായ ആ മഹാലക്ഷ്യത്തെ വിട്ടുകൊണ്ട് ആ ബദ്രീങ്ങളെ തന്നെ തോക്കിന്റെ അകത്തേക്ക് വെടിവെച്ചു എന്ന് നാം പറയുന്നത് പോലെ ആ ബദ്രീങ്ങളെ തന്നെ ആരാധിച്ച് ആ ബദ്രീങ്ങളോട് തന്നെ പ്രാർത്ഥിച്ച് അള്ളാനെ ഒഴിവാക്കി, അള്ളാനെ മറന്ന്, അള്ളാനെ വിളിക്കുന്നതിന് പകരം ബദ്രീങ്ങളെ രക്ഷിക്കണേ, ബദ്രീങ്ങളെ കാക്കണേ എന്നൊക്കെ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നതായ ഷിയായിസം പേര് നടക്കുന്ന വിഭാഗം കാട്ടുന്ന ആ നീച നികൃഷ്ട ചിന്താഗതി ബദ്രീങ്ങളെ ബഹുമാനിച്ചത് കൊണ്ട് ചെയ്യുന്നതല്ലേ.
ബദരീങ്ങളെ ആദരിച്ചുകൊണ്ട് ചെയ്യുന്നതല്ലേ, എന്താണ് അങ്ങനെ ചെയ്താൽ വരാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും വാട്സാപ്പിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കാണാം. നമുക്ക് ബദരീങ്ങളോട് ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ സ്നേഹക്കുറവോ സൗദി അറേബ്യക്കില്ല, സൗദി അറേബ്യൻ പണ്ഡിതന്മാർക്കില്ല എന്ന് മാത്രമല്ല, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഏത് പണ്ഡിതന്മാർക്കും ബദരീങ്ങളോട് കടുത്ത സ്നേഹമുള്ളത് കൊണ്ടാണ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അവരുടെ യുദ്ധത്തിലും അവരുടെ പോരാട്ടത്തിലും വിജയിച്ചത് തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെയും നമ്മുടെയും നേതാവ് ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചതായ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായാർത്ഥനം നടത്തിയ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് എന്തിനാണ് ആ സംഭവത്തെ ഖുർആനായി ആയത്തായി നമുക്ക് ഇറക്കി തന്നത്? റസൂൽ എന്ത് കാട്ടി, സഹാബാക്കൾ എന്ത് ചെയ്തു? ബദർ യുദ്ധം നടന്ന സന്ദർഭത്തിൽ ആരോട് പ്രാർത്ഥിച്ചു? ഇബ്രാഹിമിനോടാണോ, ഇസ്മായിലിനോടാണോ, മഹാത്മാക്കളോടാണോ, അല്ലെങ്കിൽ സാലിഹിനോടാണോ? ആരോടാണ് റസൂൽ പ്രാർത്ഥിച്ചത്? ആരോടാണ് സഹാബാക്കൾ പ്രാർത്ഥിച്ചത് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തായി ഖുർആനിലൂടെ നമുക്ക് ഇറക്കി തരികയാണ്, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത് തസ്തഗീഥൂന റബ്ബക്കും. റസൂൽ മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സഹാബാക്കളും സഹായാർത്ഥനം നേടിയ അഥവാ ഇസ്തിഗാസ നടത്തിയ സന്ദർഭം ആരോട്? നിങ്ങളുടെ റബ്ബിനോട് എന്നല്ലാതെ ആ മഹാത്മാക്കളോടല്ല, സാലിഹ്യങ്ങളോടല്ല, ഇബ്രാഹിമിനോടല്ല, ഇസ്മായിലിനോടല്ല അലൈഹിമുസ്സലാം. മറിച്ച് അവരെല്ലാം സഹായം തേടിയത് അന്ന് രാത്രിയിൽ അള്ളാഹുവിനോട് മാത്രമാണ്. അപ്പോൾ അത്തരം തെറ്റുകളുള്ളതായ ബദർമാലയോ അത്തരം തെറ്റുകളുള്ളതായ ബദർ മൗലൂദോ ഓതരുത്. അത് അനിസ്ലാമികമാണ്. അവരുടെ മദ്ഹ് പറഞ്ഞോളീൻ, അവരുടെ പ്രത്യേകത പറഞ്ഞോളീൻ, അവരെ ബഹുമാനിച്ചോളീൻ, അവരെ ആദരിച്ചോളീൻ, അവരുടെ ഹിസ്റ്ററി പഠിച്ചോളീൻ, എന്നിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്തോളീൻ. അതിലൊന്നും തെറ്റില്ല. അതൊന്നും യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവരെ എതിർക്കാറുമില്ല. അവരെതിർക്കുന്നത് ഷിർക്കൻ ആചാരങ്ങളെ കുറിച്ചാണ്, ബിദ്അത്തിനെ കുറിച്ചാണ്. അത് എതിർക്കുമ്പോൾ ഇസ്ലാമിനെ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടാത്തതായ ഷിയായിസം പേര് നടക്കുന്നവർ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ. ഇവർക്ക് ബദരീങ്ങളോട് ഇഷ്ടമില്ല, ഇവർക്ക് മഹാത്മാക്കളോട് ഇഷ്ടമില്ല, ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്നൊക്കെ കുപ്രചരണം നടത്താറുണ്ട്. അതല്ല യാഥാർത്ഥ്യം ഖുർആൻ പഠിപ്പിച്ച, ഖുർആൻ നമ്മെ നിർത്തിയതായ ആ ലൈനിൽ നിന്നിട്ട് ഒരടി പോലും മുന്നോട്ട് പോകാൻ പാടില്ല എന്ന നിർബന്ധമാണ് സലഫ് സാലിഹ്യങ്ങൾക്ക് ഉണ്ടായത്, എന്ന നിർബന്ധമാണ് നമ്മുടെ ഇമാമുകൾക്ക് ഉണ്ടായത്. അത് തന്നെയാണ് നമുക്കും ഉണ്ടാവേണ്ടത്. ആ നിർബന്ധം നമുക്കുണ്ടായി കഴിഞ്ഞാൽ ബദരീങ്ങളെ നാം ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം. അവരുടെ ഹിസ്റ്ററി നാം പഠിക്കണം, അവരുടെ ഹിസ്റ്ററി നാം പറയണം, അവരിൽ നിന്നിട്ട് നാം മാതൃക ഉൾക്കൊള്ളുകയും വേണം. അവർ ഏത് റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു, അവർ ഏത് റബ്ബിനോടാണ് സഹായം ആർത്തനം നടത്തിയത്? ബദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ റബ്ബിനോട് മാത്രമേ നാമും സഹായം തേടാൻ പാടുള്ളൂ. എന്നല്ലാതെ അവർ വിജയിച്ചു, അവർ ഷഹീദായി, അവർ ഷഹീദായി എന്നൊക്കെ നാം പഠിക്കുന്ന സന്ദർഭത്തിൽ എന്നാൽ അവരെ തന്നെ നാം വിളിച്ച് പ്രാർത്ഥിക്കാം, അവരെ തന്നെ നാം ആരാധിക്കാം എന്ന ആ ഷിയായിസം പേര് നടക്കൽ, അതാണ് ഇസ്ലാം പാടില്ല എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിൽ തെറ്റായ ഭാഗമെന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ വിട്ടു നിൽക്കാൻ വേണ്ടിയാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികൾ കാട്ടേണ്ടത്, ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ ഖുർആൻ മടക്കി ശ്രദ്ധയിൽ പെടാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരുന്നതും. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ നിങ്ങൾ സഹായാർത്ഥന നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ എന്ത് ചെയ്തു? നിങ്ങൾക്ക് മലക്കുകളെ ഞാൻ ഇറക്കിത്തരാം, സഹായത്തെ ഇറക്കിത്തരാം എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപിച്ചതനുസരിച്ചിട്ട് മഹാത്മാക്കളായ ആ മലക്കുകൾ ബദർ യുദ്ധത്തിൽ രംഗപ്രവേശനം നടത്തുകയും അവിടെ സഹായമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ ആ മലക്കുകൾ മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറക്കുകയും ചെയ്തതായ സംഭവങ്ങളൊക്കെ നമുക്ക് ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ രൂപത്തിലാണ് നാം കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത്. നാം എന്ത് ചെയ്യുമ്പോഴും ഈമാനൻ വഹ്തിസാബൻ എന്ന് 3 തവണ റസൂൽ പറഞ്ഞ വാക്ക് ഇന്ന് മദീന ഇമാമ ഉണർത്തി, മക്ക ഇമാമ ഉണർത്തി, ഞാനും ഉണർത്തുന്നു. നാം നോമ്പ് പിടിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം തൗബ ചെയ്യുമ്പോൾ, നാം നമസ്കരിക്കുമ്പോൾ, നാം സദഖ ചെയ്യുമ്പോൾ, നാം സക്കാത്ത് കൊടുക്കുമ്പോൾ, നാം ഏത് അമൽ ചെയ്യുമ്പോൾ ഈമാനോട് കൂടിയല്ലാതെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹിനെ മാത്രം ആരാധിച്ച്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി, അള്ളാഹ്ക്ക് മാത്രം ആരാധനയാകുന്ന ഇബാദത്താകുന്ന അറവുകൾ അറുത്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പ് അള്ളാഹിലേക്ക് ഉയരുകയുള്ളൂ. നമ്മുടെ
നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ചെയ്തതായ അമൽ കൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ഈമാനൻ, ഈമാനോടുകൂടി ആയിരിക്കണം. വഹ്തിസാബൻ, രണ്ടാമത്തെ നിബന്ധന എന്താണ്? അള്ളാഹുവിൽ നിന്നിട്ട് പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷ. മക്ക ഇമാമിന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ, ഖുതുബയുടെ തുടക്കത്തിൽ പറഞ്ഞ നല്ല വിശ്വാസം, നല്ല ധാരണ അള്ളാഹുവിൽ നമുക്കുണ്ടായിരിക്കണം. അത് അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് നമുക്ക് അള്ളാഹുവിൽ നിന്നിട്ട് പ്രതിഫലം കാക്ഷിക്കാൻ വേണ്ടിയുള്ളതായ ആ ഇഹ്തിസാബ്, ആ ക്ഷമ കൈകൊണ്ടുകൊണ്ട്, ആ നല്ല ഉദ്ദേശത്തോടു കൂടി, ആ ഇഖ്ലാസോടു കൂടി അമലുകൾ ചെയ്യാൻ നമ്മെ സഹായിക്കുക. ആ രൂപത്തിൽ അമലുകൾ ചെയ്തുകൊണ്ട്, ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, നമ്മുടെ ആദർശത്തെ ക്ലിയർ ആക്കിയും കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നവരിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ ചെയ്യേണ്ടതായ അമലുകൾ ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരിൽ അള്ളാഹു നാം എല്ലാവരും പെടുത്തുമാറാകട്ടെ. വരാൻ പോകുന്ന രാത്രികളിൽ ചെയ്യേണ്ടതായ അമലുകൾ ചെയ്യാനും ആ ദിവസങ്ങളിൽ നേടേണ്ട നേട്ടങ്ങൾ നേടുവാനും, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി സമ്പാദിക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പുണ്യഭൂമിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുണ്യഭൂമിയിലേക്ക് വരുവാനും, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും, ഉംറ ചെയ്യുവാനും, ഹജ്ജ് ചെയ്യുവാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ താമസിക്കാൻ തൗഫീഖ് നൽകിയതായ വിഭാഗത്തിന് പ്രത്യേകിച്ച് ഈ ഭൂമിയുടെ പവിത്രതയെ, ബഹുമതിയെ, ബഹുമാനത്തെ കാംക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ളതായ ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.